നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. അടിപൊളി സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഷിഫ്റ്റിന്റെ എഞ്ചിൻ റൂം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ആൻഡ്രോയിഡിന്റെ ഒരു LED സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ. 60,000 ഡൗൺ പേയ്മെന്റ് വരുന്നത്. ഏകദേശം ചോദിക്കുന്ന വില ഒരു യൂസ്ഡ് കാർ നോക്കി നടക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് 60,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഒരു 2017 മോഡൽ 3rd ഓണർഷിപ്പിൽ വരുന്ന ഒരു മാരുതി സ്വിഫ്റ്റ് LXi നമ്മുടെ സെയിലിനായി വന്നിട്ടുണ്ട്. ഈ വണ്ടി ഒരു പെട്രോൾ വേരിയന്റ് ആണ്. ഏകദേശം 35,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഇപ്പം ഓടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയിലെ കാഴ്ചകളിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ വണ്ടിയിലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. പിന്നെ ഈ വണ്ടിയുടെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഏകദേശം പുതിയ ടയറുകളാണ് ഈ വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ടയറും പുതിയതാണ്. ഈ വണ്ടി ഒരു സ്റ്റോക്ക് അലോയ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ റൈറ്റ് സൈഡിലോട്ട് വന്നാലും വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ മിററിന്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ക്രാച്ച് ഇതിലുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മേളിലൊരു സ്പോയിലർ ഉണ്ട്. പിന്നെ ബാക്കിലും ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അല്ല വേറെ കുഴപ്പമൊന്നും ബാക്ക് സൈഡിൽ ഇല്ല. പിന്നെ ഇതിന്റെ ഡിക്കി സ്പേസ് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം ലഗേജ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഡിക്കി സ്പേസ് ആണ് ഈ വണ്ടിയുടെ ബാക്കിലോട്ട് വരുമ്പോൾ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഒരു അകത്തെ ഇന്റീരിയർ, അതാണ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇന്റീരിയർ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം നമ്മൾ എഞ്ചിൻ റൂമും കാണിച്ചു തരുന്നതാണ് ഈ വണ്ടിയുടെ. അപ്പോൾ നമുക്ക് ഇനി ഈ വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കണ്ടിട്ട് നമുക്ക് എഞ്ചിൻ റൂമിലോട്ട് പോകാം. ഈ വണ്ടിയുടെ സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 ബക്കറ്റ് സീറ്റാണ്. പിന്നെ അവരല്ലാതെ അഡീഷണൽ സീറ്റ് കവർ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തപ്പോൾ സീറ്റ് കവറില്ല, അല്ലാതെ വേറെ അവർ ചെയ്തേക്കുന്നതാണ് ഇത്. പിന്നെ മാനുവലാണ് ഗിയർ ബോക്സ് വരുന്നത്. പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡിന്റെ ഒരു LED സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ. അതാണ് ഇത് ഈ വണ്ടിയുടെ അകത്തെ ഇന്ത്യയിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഇരിക്കുന്ന ഈ വണ്ടി ഏകദേശം ഇപ്പം 34,552 കിലോമീറ്റർ ഓടിയതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ USB സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ചാർജിങ് പോർട്ടിന്റെ ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ USB ഓഡിയോ ജാക്കിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് സ്റ്റീരിയോയുടെ തൊട്ട് താഴെയായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് കൺട്രോൾസോ കാര്യങ്ങളൊന്നും ഈ സ്റ്റിയറിംഗിലില്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ താക്കോലിട്ടാണ് വണ്ടിയുടെ ഡിക്കി തുറന്നത്. പക്ഷേ വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഡിക്കി തുറക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ താക്കോൽ വെച്ച് പെട്ടെന്ന് തുറന്നതാണ് കേട്ടോ. പിന്നെ ഡോർസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഫ്രണ്ടിലെ 2 ഡോർസിലെ വിൻഡോസിന് മാത്രമേ പവർ ഉള്ളൂ. ബാക്കിലെ 2 മാനുവൽ ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. ബാക്കിലെ സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോ മാനുവൽ ആണ്. നമ്മൾ കൈവച്ച് തന്നെ ഇതാക്കണം. ബാക്ക് 2ലും പവർ വിൻഡോ അല്ല, ഫ്രണ്ടിൽ മാത്രമേ പവർ വിൻഡോ ഈ കാറിന്റെ ഓപ്ഷൻ നമുക്കുള്ളൂ. ഞങ്ങളുടെ ഈ പേജ് വഴി യൂസ്ഡ് കാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ഞങ്ങളിപ്പം വണ്ടിയുടെ എഞ്ചിൻ റൂമും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷിഫ്റ്റിന്റെ എഞ്ചിൻ റൂം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. സുസുക്കിയുടെ എഞ്ചിനാണ്. പിന്നെ അത്യാവശ്യം നീറ്റുണ്ട്. ചെറിയ പൊടി കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത് ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട മെയിൻ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സൗണ്ടാണ്. നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. അടിപൊളി സൗണ്ടാണ്. വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ, പൊളിയല്ലേ? ഒരു കിഡിലെ സാധനമാണ്. ഒരു ബ്ലാക്ക് വണ്ടിയാണ്, ഒന്നും പറയല്ല. ബാക്കി നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ചെക്ക് ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യത്തോട് വന്ന് ഫുള്ള് A to Z കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഈ വണ്ടി എടുക്കുക. പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഷിഫ്റ്റിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ വരാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ധൈര്യമായിട്ട് വന്ന് വണ്ടി എടുക്കാം. പക്ഷേ A to Z കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക, 60,000 ഡൗൺ പേയ്മെന്റ് ആണ് വണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത്. EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. 60,000 ഡൗൺ പേയ്മെന്റ് വരുന്നത്. ഏകദേശം ചോദിക്കുന്ന വില 4,60,000 രൂപയാണ്. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിച്ച് നിങ്ങളുടെ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.